വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. സോ മക്കളെ, നമ്മുടെ ഡിസ്ക്രൈബിംഗ് മോഷൻ അറൗണ്ട് us എന്ന് പറയുന്ന ചാപ്റ്ററില് നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് ഗ്രാഫിന്റെ ഭാഗം അല്ലെ. നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് രണ്ട് ഗ്രാഫുകളാണ് പഠിക്കാനുള്ളത്. ST ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫും, അതുപോലെ തന്നെ VT ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫും. ഈ രണ്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്നും എന്താണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത് നമുക്ക് ആദ്യം നോക്കാം. മക്കളെ, നിങ്ങളോട് ST ഗ്രാഫിൽ നിന്നും കണ്ടുപിടിക്കാൻ ചോദിക്കുക വെലോസിറ്റി ആയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടിക്കും. ST ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റും ടൈമും തന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ വെലോസിറ്റി കണ്ടെത്തുമെന്നുള്ളത് അല്ലെ. അതിന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിന് ആ ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ മതി. അപ്പൊ സ്ലോപ്പ് കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഇനി അടുത്ത ഗ്രാഫാണ് VT ഗ്രാഫ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ. VT ഗ്രാഫിൽ നിന്ന് നമ്മളോട് ചോദിക്കും ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ പറയും, ആക്സിലറേഷനും കണ്ടെത്താൻ പറയും. കൺഫ്യൂഷൻ വേണോ? വേണ്ട. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫിന്റെ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ we will get the acceleration. സോ ഇത്ര മാത്രമാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് ചെയ്തു നോക്കാം. റെഡി? സോ നമുക്ക് ആദ്യം പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹിയർ we have a graph. ഒരു ബ്യൂട്ടിഫുൾ ഗ്രാഫ് ഉണ്ട് അല്ലെ. A straight line passing through the origin ആണ്. And we have to calculate the velocity at 4th second. 4ാമത്തെ സെക്കൻഡില് ഇതിനുണ്ടാകുന്ന എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് ഒരു ST ഗ്രാഫ് ആണ്. നമ്മുടെ കയ്യിൽ ഒറ്റ ഓർമ്മ വേണം, സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ we will get the velocity. നമുക്ക് എന്ത് കിട്ടുമെടാ? വെലോസിറ്റി കിട്ടും. ഇനി വേറെ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നും നോക്കണ്ട. 4ാമത്തെ സെക്കൻഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. സോ 4ാമത്തെ സെക്കൻഡ് അല്ലെ, ഇവിടെ ഇതാണ് ആ ഗ്രാഫിന്റെ ഷേപ്പ് അല്ലെ. ഇതെവിടെയും ഗ്രാഫിന്റെ ഷേപ്പ് സെയിം തന്നെയാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെയുള്ള സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ മതി. ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ സ്ലോപ്പ്? നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട് മാത്സിൽ പഠിക്കുന്നതാണ്. നമുക്ക് കോർഡിനേറ്റ്സ് മതി അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇതിനെ AB എന്ന് പറയുന്ന ഒരു ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. And here we have the coordinates. ഇതിന്റെ കോർഡിനേറ്റ് ആണ് x1, y1. x കോർഡിനേറ്റ് എത്രയാണ്? അവിടെ 0 ആണ്, yയും 0 ആണ് അല്ലെ. ഇനി ബിന്റെ കോർഡിനേറ്റ്സ് എഴുതാം. x2, y2 ആണ്. x2 എന്ന് പറയുമ്പോൾ നമ്മൾ x ആക്സിസിലേക്ക് വരച്ചു കൊടുക്കുക. അപ്പൊ 4 ആണ്. y ആക്സിസിലേക്ക് വരച്ചു കൊടുക്കുമ്പോൾ അത് 2 ആണ്. സോ we have 4, 2 എന്ന് കിട്ടും അല്ലെ. സോ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടെത്തുക? x-ഉം y-ഉം x2 y2 ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ സ്ലോപ്പ് കിട്ടും? സോ here we have the equation y2 minus y1 divided by x2 minus x1 ചെയ്താൽ മതി. സോ ഇവിടെ y2 എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 2 ആണ്. y1 എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. അപ്പൊ 2 മൈനസ് എന്ത് വരടാ? 2 മൈനസ് 0 ഡിവൈഡഡ് ബൈ പിന്നെ നമ്മുടെ x2 എത്രയാടാ? x2 എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ 4 മൈനസ് 0. സോ ഹിയർ we have 2/4. that is equal to 1/2. സോ ഇവിടെ നമുക്ക് സ്ലോപ്പ് എത്ര കിട്ടി? 1/2. ആ സ്ലോപ്പ് തന്നെയാണ് ഇവിടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത്. സോ we got the velocity as 1/2. അല്ലെങ്കിൽ നമുക്ക് പറയാം 0.5 മീറ്റർ ബൈ സെക്കൻഡ് ആണ് ഇവിടെയുള്ള വെലോസിറ്റി. ഇനി ഈ ഗ്രാഫിന്റെ ഷേപ്പ് കൂടെ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഈ ഗ്രാഫിന്റെ ഷേപ്പ് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ. ഇങ്ങനെ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ കുത്തനെ അല്ലെ, ഇങ്ങനെയാണ് വരുന്നെങ്കിൽ ഇതൊരു യൂണിഫോം മോഷൻ ആണ്. വാട്ട് ഇസ് യൂണിഫോം മോഷൻ? ഹിയർ ദ ഒബ്ജക്ട് ഇസ് മൂവിംഗ് വിത്ത് ദ സെയിം വെലോസിറ്റി. എല്ലായിടത്തും എന്താണ്? സെയിം സ്പീഡ് അല്ലെങ്കിൽ സെയിം വെലോസിറ്റിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള മോഷൻ ആണ് യൂണിഫോം വെലോസിറ്റി, അല്ലെങ്കിൽ നമ്മൾ പറയും യൂണിഫോം സ്പീഡ് എന്ന് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇതാണ് നമ്മുടെ യൂണിഫോം സ്പീഡിന്റെ ഗ്രാഫാണ്. സെറ്റ്. ഓക്കെ, റെഡി? സോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇങ്ങനെ രണ്ട് ഗ്രാഫുകൾ രണ്ട് തന്നിട്ടുണ്ട് അല്ലെ. എന്താണ്? എന്റെയും ബിന്റെയും രണ്ട് ഗ്രാഫുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരു റിലേറ്റീവ് സ്റ്റഡി ആണ്. ഇത് എ എന്ന് പറയുന്ന കാറാണ്, ഇത് ബി എന്ന് പറയുന്ന കാറാണ്. ക്വസ്റ്റ്യൻസിന് നമുക്ക് നോക്കാം. വിച്ച് കാർ സ്റ്റാർട്ടഡ് ഫസ്റ്റ്? ഏത് കാറാണ് ഇതിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? അതിൽ നമുക്ക് മനസ്സിലാക്കാം എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഓരോ കാറുകളാണ്. ഇത് നമ്മുടെ ബെൻസ് ആണ്, ഇത് നമ്മുടെ BMW ആണ് കേട്ടോ. സോ ഏത് കാറാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈമിലേക്ക് നോക്കിയാൽ പോരെ. നോക്കട്ടെ, എ എന്ന് പറയുന്ന കാർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന കാറ് നമ്മുടെ എ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് 10 സെക്കൻഡിന് ശേഷമാണ് ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വി ഹാവ് ദി ആൻസർ എ ആണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹാസ് മോർ വെലോസിറ്റി? നമ്മൾ എത്രയാണ് വെലോസിറ്റി എന്നാണോ നമ്മളോട് ചോദിച്ചത്? ഒരിക്കലും അല്ല, ഏതിനാണ് വെലോസിറ്റി കൂടുതൽ എന്നുള്ളതാണ്. ഒരൊറ്റ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ y1 - y2 x2 അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല.
സോ പിന്നെ എങ്ങനെ മനസ്സിലാക്കും? അതാണ് നിങ്ങളുടെ കയ്യിൽ പ്രൊട്രാക്ടർ വേണമെന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ പ്രൊട്രാക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം ചെയ്ത് നോക്കാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സ്ലോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചെരിവ് അല്ലെ. ഇപ്പൊ ഇത് ഈ ഒരു ലൈൻ, ഈ റെഡ് ലൈനിന്റെ സ്ലോപ്പ് എത്രയാണ്? 0 ആണ്. ഇത് എക്സ് ആക്സിസിൽ നിന്ന് ഇങ്ങനെ പോകുന്നോറും അതിന്റെ സ്ലോപ്പ് കൂടി 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 വരികയാണ്. ഇതേന്ന് പറയുന്നത് അല്ലെ, എക്സ് ആക്സിസുമായിട്ട് നോക്കൂ, ആ സ്ലോപ്പിലാണ് നിൽക്കുന്നത്. ഇനി അടുത്ത ആളെ നോക്കണേ, അടുത്ത ആളെ നോക്കൂ, അടുത്ത ആള് നമ്മുടെ ബി എന്ന് പറയുന്ന ലൈന് നോക്കൂ, ദാ ഇവിടെയാണ് അല്ലെ, നോക്കണേ, ദാ ഇങ്ങനെയാ കിടക്കുന്നത്. അപ്പൊ ആരാണോ നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് കൂടുതൽ ചെരിഞ്ഞിട്ട് അയാൾക്കായിരിക്കും സ്ലോപ്പ് കൂടുതൽ അല്ലെ, അയാൾക്കാണ്. അതായത് നമുക്ക് പറയാം, സ്ലോപ്പ് എക്സ് ആക്സിസുമായിട്ട് കൂടുതൽ ആരാണോ ആംഗിൾ ഉണ്ടാക്കുന്നത് അയാൾക്കാണ് സ്ലോപ്പ് കൂടുതൽ. സ്ലോപ്പും എസ് ടി ഗ്രാഫും തമ്മിൽ ഒരു ബന്ധമുണ്ട്, വെലോസിറ്റി ബന്ധമുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം സ്ലോപ്പ് ആർക്കാണോ കൂടുതൽ അയാൾക്കായിരിക്കും കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക. സോ നമ്മൾ നോക്കണം, നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ഒരു പ്രൊട്രാക്ടർ അളന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 30 ഡിഗ്രി ഒക്കെ വരുന്നുള്ളൂ അല്ലെ, ശരിയാണല്ലോ. എന്നാൽ ഇവിടെ നോക്കണേ, ഏകദേശം ഒരു 65 ഡിഗ്രി ഒക്കെ വരും. സോ ആരാണ് കൂടുതൽ ആംഗിൾ ഉണ്ടാക്കുന്നത് അയാൾക്കാണ് സ്ലോപ്പ് കൂടുതൽ. സ്ലോപ്പ് ആർക്കാണ് കൂടുതൽ അയാൾക്കായിരിക്കും വെലോസിറ്റി കൂടുതൽ. സോ ഹിയർ വി ഹാവ് ബിക്കാണ് കൂടുതൽ സ്ലോപ്പ്, സോ ബി ഹാസ് മോർ വെലോസിറ്റി. അപ്പൊ ഇതിനാണ് ബിക്കാണ് കൂടുതൽ വെലോസിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പൊ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. പിന്നെ നെക്സ്റ്റ് ആണ് നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ് അതിൽ നിന്ന് നമ്മൾ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഏരിയ മാത്രമാണോ? അല്ല, ഏരിയ മാത്രമല്ല നമ്മുടെ പ്രത്യേകത കാണുന്നത് അല്ലെ. ഏരിയ കണ്ടെത്തിയാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടുന്നത് പോലെ തന്നെ സ്ലോപ്പ് കണ്ടെത്തിയാൽ നമുക്ക് എന്തും കിട്ടും, ആക്സിലറേഷനും കൂടെ കിട്ടും. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് കേട്ടോ. അതെന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. സോ ദ ഗ്രാഫിന്റെ ഷേപ്പ് ഇതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെയാണ് അല്ലെ. Set what is the velocity of the object at 4th second? 4th second ഇതിന്റെ വെലോസിറ്റി ആണ്. അതാ നമ്മൾ എന്ത് ചെയ്യാം, 4th second കാണുന്നു നമ്മൾ ഗ്രാഫിലേക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ. സോ ഹിയർ വി ഹാവ് ദ വെലോസിറ്റി 10 മീറ്റർ ബൈ സെക്കൻഡ് ആണ്. നെക്സ്റ്റ്, അറ്റ് വാട്ട് ടൈം ഡസ് ദ ഒബ്ജക്ട് അറ്റൈൻസ് ദ മാക്സിമം വെലോസിറ്റി? ഏത് സമയത്താണ് ഇതിന് ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉള്ളത്? ഇതിന്റെ മാക്സിമം വെലോസിറ്റി ഇതാണ് അല്ലെ, 15 ആണ്. അത് ഏത് സമയത്താണ് വരുന്നത്? ഗ്രാഫിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അത് 6th സെക്കൻഡിലാണ്. സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 12th സെക്കൻഡ്. 12th സെക്കൻഡിലുള്ള അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടത്. അപ്പൊ നമ്മളിങ്ങനെ ഇതെങ്ങനെ കണ്ടെത്തും? അങ്ങനെ ആലോചിച്ചിരിക്കണ ഒരു ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ VT ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് കിട്ടും, അറിയാലോ നമുക്ക് അല്ലെ. ഏരിയ കണ്ടെത്താം. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും, ഇവിടെ ആരുടെ ഏരിയ കണ്ടെത്താ? യെസ് മക്കളെ, ഇത് ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ ട്രയാങ്കിൾ പോലെയാണ്. അപ്പൊ ഇതിന്റെ ഏരിയ കണ്ടെത്തിയാൽ മതി നമ്മള് അല്ലെ. ഈ ട്രയാങ്കിളിൽ എത്ര അല്ലെ, ഈ കവർ ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, ഈ മുഴുവൻ ഈ ഒരു കവർ ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു മൊത്തം ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള 12th സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ്, ഈ ഒരു കാർ ആണെങ്കിൽ ആ കാർ കവർ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് മുഴുവനായിട്ട് നമുക്ക് കിട്ടും. സോ നമുക്ക് നോക്കാം ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? ഏരിയ ആണ്. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ആണ്. സോ ഹാഫ് BH ചെയ്താൽ മതി അല്ലെ. അപ്പോൾ നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലെ. ഇത് എത്രയാണ്? ഇവിടെ 12 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 12 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഇതാണ് നമ്മുടെ ഹൈറ്റ് അല്ലെ. ഇത് എത്രയാ വരുന്നത്? 15 ആണ്. സോ 15. എത്ര സിമ്പിളാ അല്ലെ. സോ നമുക്ക് കട്ട് ചെയ്യാം, 6 വരും. സോ 15 ഇൻറ്റു 6 വളരെ സിമ്പിൾ അല്ലെ. സിമ്പിൾ ആണല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എത്ര കിട്ടി? 90 എന്ന് കിട്ടി അല്ലെ. 90 മീറ്റർ ആണ് ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? 90 മീറ്റർ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി അല്ലെ. ഏറ്റവും മോനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഈസിയാണ് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനും കൂടെ അറ്റൻഡ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ആക്സിലറേഷൻ ഓഫ് ദ കാർ അറ്റ് 8th സെക്കൻഡ്. 8th സെക്കൻഡിലുള്ള ആ കാറിന്റെ ആക്സിലറേഷൻ കണ്ടെത്താനാണ്. നമുക്കറിയാം ഇത് സിമ്പിൾ ഗ്രാഫ് ആണ് അല്ലെ. ഗ്രാഫ് പേപ്പർ ഒന്നും ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഞാൻ വരച്ചൊരു ഗ്രാഫാണ്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ഇനി കണ്ടെത്തേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കറിയാം 8th സെക്കൻഡിലേതാണ് അല്ലെ. അപ്പൊ 8ലേക്ക് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ അല്ലെ, ഇതാണ് 8th സെക്കൻഡ്. അതിന് കോർഡിനേറ്റ് നമുക്ക് എത്രയുണ്ട്? 20 ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഒരു നിന്റെ എന്തോ ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഞാൻ വരച്ചതുകൊണ്ട് തന്നെ ഇത് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. അപ്പൊ ഞാൻ ഇവിടുത്തെ കോർഡിനേറ്റ്സ് ഒന്ന് എഴുതി തരാം. ഇവിടെ 0,0
ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം, എന്നെ പോലെ വളഞ്ഞിട്ടൊന്നും വരയ്ക്കരുത്. പിന്നെ നമുക്കറിയാം x2, y2 വരുമ്പോൾ 8,20 വരും കേട്ടോ. അപ്പൊ 0, 0, 8,20 ആണ്. ബാക്കി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഹിയർ. ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആക്സിലറേഷൻ, അത് നിങ്ങൾക്ക് അറിയാം. എങ്ങനെ കണ്ടെത്തും? സോ താഴെ കമന്റ് ആൻസർ. സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.